ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകണമെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഐ ഗെസ് വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റോറിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞൊരു കാര്യമാണ്, ഒരുപാട് നഷ്ടങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബിഗിനിങ് സ്റ്റേജിൽ, അതായത് നഷ്ടങ്ങൾ വരുത്തി വെച്ചിരിക്കുന്ന സ്റ്റേജിൽ ഞാൻ ഒരുപാട് എന്നെ തന്നെ അനലൈസ് ചെയ്തു. എന്തൊക്കെയാണ് കാര്യങ്ങൾ, ലോസ് വന്ന ദിവസങ്ങളൊക്കെ നോക്കി. അപ്പോൾ അവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമോഷൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മുടെ ഇമോഷൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം എനിക്ക് വന്ന വലിയ ദിവസങ്ങളിലൊക്കെ ഇമോഷൻസ് കൊണ്ടുണ്ടായ നഷ്ടങ്ങളാണ്. അതായത് നമ്മുടെ പേടി, ഫിയർ, ഗ്രീഡ്, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മോസ്റ്റ്ലി വലിയ നഷ്ടങ്ങൾ വരുത്തിയിരിക്കുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട്, ഈ രണ്ട് ഇമോഷൻസ് കൊണ്ടാണ് നമ്മൾ ഓവർ ട്രേഡിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിവഞ്ച് ട്രേഡിങ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി, ഇമോഷൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഒരുപാട് ആലോചിച്ച സമയത്താണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ അവിടെ ചെയ്തത്. ആ ഒരു കാര്യം ചെയ്തതിന് ശേഷം എൻ്റെ ട്രേഡിങ്ങിൽ വളരെ വലിയ മാറ്റം ഉണ്ടായി, നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തു. ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു സെറ്റ് ഓഫ് റൂൾ ക്രിയേറ്റ് ചെയ്തു. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പേഴ്സണലി ഞാൻ സ്വന്തമായിട്ട് കുറച്ച് റൂൾസ് സെറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു റൂള് സെറ്റ് ചെയ്ത് മാത്രമല്ല, അത് ഞാൻ ഫോളോ ചെയ്യാനും കൂടി തുടങ്ങി. ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ ഞാനത് ഫോളോ ചെയ്തു. ഫോളോ ചെയ്തതിന് ശേഷമാണ് ആക്ച്വലി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ട്രേഡിങ്ങിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നിങ്ങളും റൂൾസ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക, അത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതല്ലാതെ വേറൊരു വഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് റൂൾസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ റൂൾസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഇത് നിങ്ങൾക്കൊരു റെഫറൻസ് ആയിട്ട് എടുക്കാം. അല്ലാതെ എനിക്ക് നിങ്ങൾക്ക് കുറച്ച് റൂൾസ് തന്നിട്ട് ഇത് ഫോളോ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഫോളോ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ റൂൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് റൂൾസ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എല്ലാ റൂൾസും ഒന്നുമല്ല, മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. എല്ലാം നമുക്ക് പബ്ലിക്കലി ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം, അത് നിങ്ങൾക്കൊരു റെഫറൻസ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം ഞാനൊരു ദിവസം ട്രേഡിങ്ങിലോട്ട് വരുന്നതിന് മുൻപ് ഞാൻ ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റെ ചെക്ക് ലിസ്റ്റിലുള്ളൊരു കാര്യമാണ് പ്രീ മാർക്കറ്റ് റൂൾസ് എന്ന് പറഞ്ഞത്. പ്രീ മാർക്കറ്റ് റൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രീ മാർക്കറ്റ് റൂൾസ്. അപ്പം ഞാൻ ഈ ഒരു പ്രീ മാർക്കറ്റ് റൂൾസിൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം ലെവൽസുകൾ മാർക്ക് ചെയ്യും. ഞാനിപ്പോൾ നിഫ്റ്റിയിലാണോ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് മീൻസ് നമുക്ക് സിങ് ഹൈ, സിങ് ലോ പോയിൻ്റ് ഉണ്ട്. ഇനി നിഫ്റ്റി ATHൻ്റെ അടുത്താണോ ഉള്ളത്, ഏതെങ്കിലും സൈക്കോളജിക്കൽ ലെവലിൻ്റെ അടുത്താണോ ഉള്ളത്, ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കും. റൈറ്റ്, മുൻപ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല, പക്ഷേ ഇതൊരു റൂളായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ കാര്യം, നിഫ്റ്റി ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. അതായത് മോർണിംഗിൽ നമുക്കൊരു 8:30 ആവുന്ന സമയത്ത് നിഫ്റ്റി നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, മാർക്കറ്റിൽ നിന്ന് ഗ്യാപ്പ് ഡൗൺ ആണോ, ഗ്യാപ്പ് അപ്പ് ആണോ, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് പ്ലാനുകൾ തയ്യാറാക്കാൻ വേണ്ടി പറ്റും. റൈറ്റ്, ഇനി മൂന്നാമത്തെ കാര്യം, ന്യൂസുകൾ ഞാൻ ചെക്ക് ചെയ്യും. ന്യൂസിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇവൻറ്റുകളുണ്ടോ, ഇന്ന് RBI മണിറ്ററി പോളിസി ഉണ്ടോ, അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടോ, വാറുണ്ടോ, ഗ്ലോബൽ ന്യൂസ് ഉണ്ടോ, ഗ്ലോബൽ മാർക്കറ്റ്സ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്യും. ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് മണി കൺട്രോളിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനാണ്. ജസ്റ്റ് ഒരു 5 to 10 minutes. അപ്പോൾ ഇത് എല്ലാ ദിവസവും ഞാൻ ചെക്ക് ചെയ്യും. അത് മുൻപൊന്നും എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ന്യൂസൊന്നും ചെക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, പക്ഷേ അത് ചെക്ക് ചെയ്ത് അറിയാതെ തന്നെ ഇതൊരു ഹാബിറ്റായിട്ട് മാറി. നമ്മൾ രാവിലെ എണീച്ചിട്ട് ബ്രഷ് ചെയ്യില്ല, ടൂത്ത് ബ്രഷ് ചെയ്യുന്ന സമയത്ത് അറിയാതെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ, അതുപോലെ ഒരു ഹാബിറ്റായിട്ട് മാറിയ ഒരു കാര്യമാണ് ന്യൂസ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ചെക്ക് ചെയ്യും. പിന്നെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കും, ഓക്കെ മാർക്കറ്റിൻ്റെ കറൻറ്റ് ട്രെൻഡ് എന്താണ്, കറൻറ്റ് മൂഡ് എന്താണ്, റൈറ്റ്, ചെക്ക് ചെയ്യും. ഓക്കെ, ബുള്ളിഷ് ആണോ, ബീറിഷ് ആണോ, സൈഡ് വേസ് ആണോ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കും. റൈറ്റ്, ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ എവിടെയാണോ എവിടെയാണോ ട്രേഡ് ചെയ്യുന്നത്, ഞാൻ നിഫ്റ്റിയിലാണ്, നിഫ്റ്റിയുടെ ചാർട്ടൊക്കെ റെഡിയാക്കി വെച്ചിരിക്കും. റൈറ്റ്, ബ്രോക്കേഴ്സിൻ്റെ ചാർട്ട് റെഡിയാക്കി വെച്ചിരിക്കും. സ്റ്റോക്കിലാണെങ്കിൽ ഏതൊക്കെ സ്റ്റോക്കാണ് അതിൻ്റെയൊക്കെ ഒരു വാച്ച് ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസെൻ്റ്ലി ഞാൻ അപ്ഡേറ്റ് ചെയ്തൊരു കാര്യമാണ് എൻ്റെ മെൻ്റൽ സ്റ്റേറ്റ്. അപ്പോൾ എനിക്കൊരു പാറ്റേൺ ഉണ്ട്, അതായത് ഞാൻ എപ്പോഴൊക്കെ നന്നായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ, ഒരു 7-8 മണിക്കൂർ ഉറങ്ങിയിട്ടില്ലെങ്കിൽ, അതിൽ കുറവാണ് ഉറങ്ങുന്നതെങ്കിൽ അന്നത്തെ ദിവസം എനിക്ക് ഫോക്കസ് നഷ്ടപ്പെടും, കൂടുതൽ നഷ്ടങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ മെൻ്റൽ സ്റ്റേറ്റ് കൂടി ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്, ഇന്ന് നല്ല രീതിയിൽ ഉറങ്ങിയോ എന്നുള്ളതൊക്കെ.
ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിളായിട്ടൊക്കെ തോന്നും. പക്ഷേ ആക്ച്വലി ഞാനത് ചെയ്യാറുണ്ട്. എൻ്റെ ഒരു പാറ്റേൺ ഞാനത് ഐഡൻറ്റിഫൈ ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു പ്രീ മാർക്കറ്റ് റൂൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. ഇത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഞാൻ ഒരു ദിവസം ട്രേഡിംഗ് എടുക്കുകയുള്ളൂ. ഇതിലേതെങ്കിലും ഒന്ന് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ പ്രിപ്പയർഡ് അല്ല എന്നുള്ളതാണ്. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് ആദ്യം ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ കുറച്ച് നാളുകൾ ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കും. ഹാബിറ്റായിട്ട് മാറും. ഓക്കെ. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ട്. ഇനി രണ്ടാമത്തെ എൻ്റെ ഒരു റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊസിഷൻ സൈസിങ്ങിൽ ഞാൻ ഒരു വ്യക്തമായിട്ടുള്ള റൂൾസ് ഉണ്ട്. റൈറ്റ്. പൊസിഷൻ സൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ പണ്ടൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് പൊസിഷൻ സൈസിങ് ശ്രദ്ധിക്കാറേ ഇല്ല. ഞാൻ വലിയ ക്വാണ്ടിറ്റി എടുക്കും. അതായത് ഞാൻ 2017-18 ട്രേഡ് ചെയ്യുന്ന സമയത്ത് അന്ന് ഇക്വിറ്റിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. 20 ടൈംസ് ലിവറേജ് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലൊരു 30,000 രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഞാൻ ഫുൾ ലിവറേജ് എടുത്തിട്ട് ട്രേഡ് ചെയ്യും. പ്രോഫിറ്റ് വരുന്ന സമയത്ത് ചിലപ്പോൾ വലിയ പ്രോഫിറ്റ് ആയിരിക്കും. പക്ഷേ ഒരു ലോസ് വരുന്ന സമയത്ത് ക്യാപിറ്റലിന് 60-50% അങ്ങ് പോകും. അപ്പം ഞാൻ എന്ത് ചെയ്തു, പൊസിഷൻ സൈസിങ് ശ്രദ്ധിക്കണം. അതിനൊരു സ്ട്രിക്റ്റ് റൂൾ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്നത് ഫിക്സ്ഡ് പൊസിഷൻ സൈസിങ് എന്ന ഒരു മെത്തേഡാണ്. എല്ലാ ട്രേഡിലും സെയിം ക്വാണ്ടിറ്റി എടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. സെയിം ക്വാണ്ടിറ്റി. പിന്നെ ഒരു റൂൾ കൂടിയുള്ളത്, ഇപ്പം ചില ദിവസങ്ങളിൽ മാർക്കറ്റിൻ്റെ വൊളാറ്റിലിറ്റി വളരെ കൂടുതലായിരിക്കും. ഹൈ വൊളാറ്റൽ മാർക്കറ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ കുറച്ച് വലുതാക്കി വെക്കേണ്ടേക്ക് വരും. ചിലപ്പോൾ ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ വെക്കുവാണെങ്കിൽ ചിലപ്പോൾ ഹിറ്റ് ചെയ്തു. അപ്പോൾ സ്റ്റോപ്പ് ലോസ് കൂടി നോക്കിയിട്ട് ഞാൻ അതിനനുസരിച്ചിട്ട് പൊസിഷൻ റെഡ്യൂസ് ചെയ്യാനും ഞാൻ ശ്രമിക്കാറുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ചെയ്ത സമയം നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലായി മതി. ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ മതി. ഒരു ഫിക്സ്ഡ് പൊസിഷൻ സൈസിങ് എല്ലാ ദിവസവും ട്രേഡ് ചെയ്ത് നോക്കിക്കേ, നല്ല മാറ്റം ഉണ്ടാവും ട്രേഡിങ്ങിൽ. റൈറ്റ്. അപ്പം ഈ ഒരു കാര്യം പൊസിഷൻ സൈസിങ്ങിൻ്റെ റൂൾ ഞാൻ ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നെ മൂന്നാമത് പറയുവാണെങ്കിൽ എൻട്രി റൂൾസ്. റൈറ്റ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാനൊരു എൻട്രി എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ റൂൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് കംപ്ലീറ്റ്ലി മനസ്സിലായ മാർക്കറ്റിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാവുന്ന മാർക്കറ്റിൽ മാത്രം എൻട്രി എടുക്കുക എന്നുള്ളൊരു റൂൾ ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തു. വളരെ സിമ്പിളായിട്ടുള്ളൊരു റൂൾ. ചില ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാകില്ല മാർക്കറ്റിന് മുമ്പ്. മാർക്കറ്റ് വളരെ ഫാസ്റ്റായിട്ട് അപ്പ് ആൻഡ് ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് നടക്കും. അപ്പം കംപ്ലീറ്റ്ലി എൻ്റെ ഇമോഷൻസ് മാറ്റി വെച്ചിട്ട് എനിക്കത് മനസ്സിലായിട്ടുണ്ടോ മാർക്കറ്റ്, അല്ലെങ്കിൽ ഒരു A+ സെറ്റപ്പ് ആണോ എന്ന രീതിയിൽ മാത്രമേ ഞാൻ ട്രേഡുകൾ കൺസിഡർ ചെയ്യും. ഒന്ന്. പിന്നെ രണ്ടാമത് ഞാൻ ടൈമിങ്ങിന് കൂടി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതായത് 9:15 മുതൽ രാവിലെ ഓപ്പൺ ചെയ്തിട്ട് ഒരു 9:30 വരെയുള്ള സമയം മാർക്കറ്റ് ഹൈലി വോളാറ്റൈൽ ആയിരിക്കും, ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അപ്പം ആ ഒരു സമയത്ത് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു A+ സെറ്റപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ. A+ സെറ്റപ്പ് മീൻസ് ഞാൻ എൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി ഡാറ്റാസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ തന്നിരിക്കുന്ന ചില സെറ്റപ്പുകളുണ്ട്. ആ സെറ്റപ്പ് വരുവാണെങ്കിൽ മാത്രമേ ഞാൻ 9:15 അല്ലെങ്കിൽ 9:30 മുതൽ ഞാൻ ട്രേഡുകൾ കൺസിഡർ ചെയ്യും. അല്ലാത്ത സമയം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. എനിക്ക് മാർക്കറ്റിന് മനസ്സിലായില്ലെങ്കിൽ, ഒരു A+ സെറ്റപ്പ് ഇല്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. ഓക്കെ. പിന്നെ എൻട്രി എടുക്കുന്നതിന് മുൻപ് തന്നെ ഓൾറെഡി പ്ലാൻ ഉണ്ടാവും എവിടെയാണ് SL. ഒരു ലെവൽ കഴിഞ്ഞ് താഴോട്ട് വരുവാണെങ്കിൽ എൻ്റെ വ്യൂ റോങ് ആവും. അപ്പോൾ അക്കോർഡിംഗ് ടു ആ ഒരു ലെവൽ അല്ലെങ്കിൽ ഓൾറെഡി ഒരു എമൗണ്ട് ഉണ്ടാവും. ആ ഒരു എമൗണ്ടിനുള്ളിൽ ഞാൻ എക്സിറ്റ് ചെയ്ത് മാറും. ഫിക്സ്ഡ്. അത് എൻട്രി എടുക്കുന്നതിന് മുൻപേ ഞാൻ അത് ഓൾറെഡി എന്നോട് തന്നെ ഞാൻ പറയും ഇതാണ് എൻ്റെ SL എന്നുള്ളത്. അതുകൂടാതെ ടാർഗറ്റും. അപ്പോൾ ടാർഗറ്റും ഞാൻ സെറ്റ് ചെയ്യും. ടാർഗറ്റിൻ്റെ സെറ്റ് ചെയ്യാനുള്ള കാരണം നമുക്ക് ഗ്രീഡൊക്കെ വരും. വലിയ മൂവ്മെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമെന്നുള്ള ഗ്രീഡും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിനും ഞാൻ ഒരു സെറ്റ് ഓഫ് റൂൾ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഞാൻ എക്സിറ്റ് ചെയ്യും. 1:2 അല്ലെങ്കിൽ 1:1 ഏതാണോ എൻ്റെ ഫോളോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ലെവൽ വരുന്ന സമയത്ത് ഞാൻ എക്സിറ്റ് ചെയ്യും. അത് എൻട്രി എടുക്കുന്നതിന് മുൻപേ ഞാൻ പ്ലാൻ ചെയ്യും. ഓക്കെ. പിന്നെ നമുക്ക് ഒരു എൻട്രി എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇമോഷൻസിൻ്റെ പുറത്ത് ഒരിക്കലും എടുക്കരുത്. നമുക്ക് ഫീൽ ചെയ്യുവാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുള്ളത്. പക്ഷേ ആ ഒരു ബേസിൽ ഒരിക്കലും ട്രേഡ് എടുക്കരുത് എന്ന റൂൾ കൂടി ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അല്ല, നമുക്ക് ചില സമയങ്ങളിൽ നമുക്കൊരു കൺവിക്ഷൻ വരും, യെസ് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം എന്താണ് ആ ട്രേഡുകൾ ഞാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള റൂളുകൾ ചെയ്യും. ഓക്കെ. അപ്പം എൻട്രി റൂൾസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ളത് ലോസ് റൂൾസ്. റൈറ്റ്. ലോസ് റൂൾസിൽ ഇപ്പം ഫസ്റ്റ് ട്രേഡ് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഞാൻ ചെയ്യുക എന്നുള്ളത് റൂൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്ത റൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി സിസ്റ്റം ക്ലോസ് ചെയ്യുക. ഇതാണ് ഞാൻ ചെയ്യുന്ന റൂൾ. ഇമ്മീഡിയറ്റ്ലി സിസ്റ്റം ക്ലോസ് ചെയ്യുക. റൈറ്റ്. അതായത് എൻ്റെ റൂൾ അനുസരിച്ചിട്ട് ഒരു ദിവസം ഒരു ട്രേഡ് ആണെങ്കിൽ ഫസ്റ്റ് ട്രേഡ് ലോസ് ആവുകയാണെങ്കിൽ ക്ലോസ് ചെയ്യുക. ഓക്കെ. ഇനിയിപ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ ട്രേഡ്സ് എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അല്ലെ, നിങ്ങൾ പല ആൾക്കാരും മൾട്ടിപ്പിൾ ട്രേഡ്സ് എടുക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഓക്കെ, ഫസ്റ്റ് ട്രേഡ് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ഒരു 15 to 20 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അത് ഒരു റൂളായിട്ട് ക്രിയേറ്റ് ചെയ്യാം.
ആ റൂൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. റൈറ്റ്. അതുപോലെ ലോസിൻ്റെ റൂളിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രോഫിറ്റ് റൂൾസും ഉണ്ട് എനിക്കിവിടെ. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് റൂൾസ്. പ്രോഫിറ്റ് റൂൾസ് നമുക്ക് ആ ഒരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നും സ്റ്റോപ്പ് ചെയ്യുക. വലിയ പ്രോഫിറ്റ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇമോഷൻസ് വർക്ക് ചെയ്യും. എന്താണ്, നമ്മൾ ഓവർ ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു കാര്യം ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. പിന്നെ പറയാനുണ്ടെങ്കിൽ ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ടുള്ള അല്ലേ, ഡ്യൂറിങ് ട്രേഡ് അല്ലേ, അല്ലെങ്കിൽ ആഫ്റ്റർ എൻട്രി ഒരു റൂൾസ് ഉണ്ട്. ആഫ്റ്റർ എൻട്രി ഞാൻ മുൻപ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊസിഷൻസ് നോക്കിക്കൊണ്ടിരിക്കും. P&L ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ P&L ചെക്ക് ചെയ്യാറില്ല. ഒരു എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നോ P&L ചെക്ക്. റൈറ്റ്, ഞാൻ P&L ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ചാർട്ട് മാത്രമേ ചെക്ക് ചെയ്യാറുള്ളൂ. റൈറ്റ്. പിന്നെ സ്റ്റോപ്പ് ലോസ് മാറ്റരുത്. റൈറ്റ്, അത് നമുക്ക് റൂൾസ് ആയിട്ട് എടുക്കാം. SL ചേഞ്ച് ചെയ്യരുത്, മോഡിഫൈ ചെയ്യരുത്. സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. റൈറ്റ്. ഇനി ആഫ്റ്റർ ട്രേഡ് റൂൾസ്, അതായത് ആ ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ടുള്ള റൂൾസ്. ആഫ്റ്റർ ട്രേഡ് ഡെഫിനറ്റ്ലി ഞാൻ എല്ലാ ദിവസവും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ജേർണൽ എഴുതുക എന്നുള്ളത്. ജേർണൽ ഞാൻ എഴുതും. അത് സിസ്റ്റത്തിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്നില്ല, എൻ്റെ ഡയറിയിൽ ഞാൻ എഴുതും. ഫിസിക്കലി ഞാൻ എഴുതും. റൈറ്റ്. അതുകൂടാതെ വീക്കിലി ഒരു തവണയെങ്കിലും ഞാൻ ജേർണൽ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാകുക, നമുക്ക് ഡാറ്റ കിട്ടും, നമുക്ക് ഏതാണ് വലിയ പ്രോഫിറ്റ് ഉണ്ടാകുക, എന്തൊക്കെയാണ് മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുറച്ച് എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇതെല്ലാം എൻ്റെ കംപ്ലീറ്റ്ലി റൂൾസ് എന്നല്ല, ഇനിയും ഒരുപാട് റൂൾസുകളുണ്ട്. അപ്പം അതെല്ലാം ഞാൻ പബ്ലിക്കലി ഇവിടെ പറയുന്നത് അത് ശരിയല്ല. ഓക്കെ, സോ അപ്പം എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകണമെങ്കിൽ മസ്റ്റായിട്ടും റൂൾസുകൾ ക്രിയേറ്റ് ചെയ്യുക. വിത്തൗട്ട് റൂൾ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ വേണ്ടി പറ്റില്ല. അത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ്. റൈറ്റ്. നിങ്ങൾ റൂൾ ക്രിയേറ്റ് ചെയ്ത് അത് ഫോളോ ചെയ്യുവാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങളെ ആർക്കും തടുക്കാൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ലൊരു ട്രേഡർ ആകാനും വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന ഒറ്റയേ ഉള്ളൂ, റൂൾ ക്രിയേറ്റ് ചെയ്യുക, ദെൻ ഫോളോ ചെയ്യുക, ദെൻ റിപ്പീറ്റ്. ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. റൈറ്റ്. അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, ഫോളോ ചെയ്യാതിരിക്കാം. സോ ഡിപ്പെൻഡ്സ് ഓൺ യു. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ബൈ ബൈ, താങ്ക് യു.